ഉച്ചയ്ക്ക് പണിയെല്ലാം കഴിഞ്ഞ് അടുക്കളയിലെ പണിയെല്ലാം കഴിഞ്ഞിട്ട് ഇട്ടിരുന്ന ചുരിദാർ ഊരി കളഞ്ഞൊരു നൈറ്റി എടുത്തിട്ട് മുടിയും വാരി പൊക്കി മേളിലോട്ട് വെച്ച് കെട്ടിയിട്ട് ഈ ഒരു ബോർഡ് എടുത്ത് ആ സൈഡിലോട്ട് വെക്കും. അതെന്തിനാന്ന് വെച്ചാൽ ഞാനിവിടെ കിടക്കുന്ന ആരും കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നല്ല കാറ്റും നല്ല തണുപ്പുമാണ് ഇവിടെ കിടക്കാൻ വേണ്ടിയിട്ട്. അപ്പം കിടത്തെല്ലാം കഴിഞ്ഞ് ഞാൻ ചായയൊക്കെ ഇട്ട് ഒഴിച്ച് കഴിഞ്ഞിട്ട് അടുക്കള തേച്ച് എഴുതുവാണ് കേട്ടോ. അപ്പോൾ സോപ്പ് പൊടി ഇട്ട് ഒരു ഇച്ചിരി നേരം ഉരച്ച് വെച്ചിരുന്ന് കഴിഞ്ഞാൽ ഒന്ന് കുതിർന്നിരിക്കും. അപ്പോൾ ആ സമയം കൊണ്ട് ഫ്രിഡ്ജ് എല്ലാം പറക്കി സ്റ്റാൻഡെല്ലാം പറക്കി ഞാൻ കഴുകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതെല്ലാം കഴുകി പറക്കിക്കൊണ്ടിരുന്നപ്പം സബീന കഞ്ഞി കൊണ്ട് തന്ന്. നോമ്പ് തുടങ്ങി കഴിഞ്ഞാൽ എല്ലാ ദിവസവും സബീന ഒരു ദിവസം പോലും മുടങ്ങത്തില്ല കേട്ടോ. നോമ്പ് കഞ്ഞി കൊണ്ട് തരും എല്ലാ ദിവസവും. അപ്പോൾ അതിനി കുടിച്ചിട്ടാവാം അടുത്ത പണിയെന്ന് വിചാരിച്ചു. അപ്പം ഫ്രിഡ്ജ് തുടയ്ക്കാൻ എപ്പം ഞാൻ ഫ്രിഡ്ജ് തുടയ്ക്കാൻ വന്നാൽ ഇതുപോലെ കുറച്ച് ഉണക്ക നാരങ്ങകളിരിക്കും കേട്ടോ. നാരങ്ങ കൊണ്ടുവരുമ്പം പിഴിയാൻ വേണ്ടിയിട്ട് ഞാൻ വാരി വെക്കുന്നതാണ്. പക്ഷേ പിഴിച്ചിലും ഒഴിച്ചിലും ഒന്നും നടക്കത്തില്ല. ഇതുപോലെ ഉണങ്ങി കഴിയുമ്പോൾ പറക്കി കളയലാണ് പതിവ് കേട്ടോ. ഒരു മുറി തക്കാളി, കുറച്ച് 2-3 ഉണക്ക പച്ചമുളക്, ഇതൊക്കെയാണ് എൻ്റെ ഫ്രിഡ്ജിനകത്തിരിക്കുന്നത്. അപ്പോൾ അതേ ഫ്രിഡ്ജെല്ലാം കഴുകി തുടച്ച് വൃത്തിയാക്കി അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ. എല്ലാ ദിവസവും എൻ്റെ ഫ്രിഡ്ജ് ഇങ്ങനെ കിടക്കണേന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ നടക്കില്ല. ഇത്രയും സാധനങ്ങളാണ് ഫ്രിഡ്ജിനകത്തിരുന്ന സാധനങ്ങൾ കേട്ടോ. കാരണം ഓരോ സാധനങ്ങൾ അങ്ങോട്ടെടുത്ത് ഇങ്ങോട്ടെടുത്ത് അവിടെ അത് വീണ് ഇത് വീണ് അങ്ങനെ ആകെ വൃത്തികേടാവും. അപ്പോൾ അത് ഈ ഫ്രിഡ്ജിൻ്റെ അടിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ മലക്കറിയൊക്കെ തട്ടിയിടുമ്പോൾ സവാള തക്കാളിയൊക്കെ ഉരുണ്ട് അതിൻ്റെ അടിയിൽ പോകുന്നത് കേട്ടോ. അതാണ് ഇത് ഈ ഇറങ്ങി വരുന്നത്. അപ്പോൾ ഒന്നും കൂടെ തേച്ചൊരച്ചിട്ടിട്ട് ഞാനിപ്പം ചരുവ അടുപ്പിൽ വെക്കുന്ന ചോറ് വെക്കുമ്പോൾ ഇതുപോലെ ചാരം തേച്ചിട്ടാണ് വെക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് കരി ഇളവും കേട്ടോ. അപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ മുഖത്ത് കുറച്ച് ആയുർവേദ പൊടിയുണ്ടല്ലോ ഞാൻ തേക്കുന്നത്, മൂക്കുരു മാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് തേച്ചാൽ എനിക്ക് നല്ല മാറ്റമുണ്ട്. എന്തായാലും ഇത് 10 ദിവസം അടുപ്പിച്ച് ഞാൻ തേച്ചിട്ട് ഇതിൻ്റെ മാറ്റം എന്താണെന്നുള്ള കാര്യം ഞാൻ നിങ്ങളോട് പറയാം. പക്ഷേ നല്ല മാറ്റം ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പുറത്തൊരു വലിയ കുരുവുണ്ട്, അതും ഒഴികെ ബാക്കിയെല്ലാം ഇപ്പം മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ അടുക്കള എല്ലാം തേച്ച് കഴുകി കഴിഞ്ഞിട്ട് കുളിക്കാൻ പോവുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും കയറി സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഓക്കെ, ബൈ.